ഒരിക്കൽ കൂടി ഇൻസ്പയർ ടെക്നിക്കൽ PSC-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവർക്കും അറിയാം, കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ. അതിൽ തന്നെ ജോലി ഇൻസ്ട്രക്ടർ തസ്തികയുമായി ബന്ധപ്പെട്ട 3 നോട്ടിഫിക്കേഷൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. അതിന്റെ കാറ്റഗറി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ഒന്നാമത് വന്നിരിക്കുന്നതാണ് കാറ്റഗറി നമ്പർ 007/2022. ഇൻഡസ്ട്രിയൽ ട്രേഡ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ എന്ന് പറയുന്ന ട്രേഡിലേക്കാണ് എന്ന് വന്നിരിക്കുന്നത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ പറയുന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു തസ്തികയുടെ ഒരു വില എനിക്ക് തോന്നുന്നു ഈ ഒരു അടുത്താണ് എല്ലാവരും ഒരു മനസ്സിലാക്കി വന്നിട്ടുള്ളത്, അല്ലെ? അതായത് ഏകദേശം 37,400 തൊട്ട് 79,000 വരെ പേ സ്കെയിൽ ഉള്ള ഒരു തസ്തികയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ ട്രേഡ് ഡിപ്പാർട്ട്മെന്റിലെ ITIകളിൽ പഠിപ്പിക്കുക, അവിടുത്തെ ഇൻസ്ട്രക്ടർ ആയിരിക്കുക എന്നതാണ് ഈ ജോബ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി ഒരു വേക്കൻസിയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആദ്യമായി നമുക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് 007/2022. പണ്ടത്തെ പോലെ നമുക്ക് ഈ പറയുന്ന ഹയർ ക്വാളിഫിക്കേഷൻ നമ്മൾ പണ്ട് ഈക്വലൻസ് ആൻഡ് ഹയർ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. ഡിപ്ലോമ അതുപോലെ തന്നെ ബിടെക് ബിരുദധാരികൾക്ക് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നേരിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ നേരത്തെ കൂട്ടി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. നമ്മൾ നാളത്തേക്ക് വെക്കുമ്പോൾ അത് എപ്പോഴും മറന്നു പോകും. ഓക്കെ, എനിവേ നമ്മൾ ഇതേ സിലബസിൽ മുമ്പൊരു കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോഴ്സ് നമ്മൾ ലൈവ് ചെയ്യുന്നില്ല. അതിന് പകരം നിങ്ങൾക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് വീഡിയോ ലൈബ്രറി ആണ് നമ്മൾ ചെയ്ത, അതായത് ഇതിന്റെ കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്ത വീഡിയോ ലൈബ്രറി 1 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്പയർ PSC-യുടെ ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ inspirepsc.in എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ എൻറോൾ ചെയ്യാം. അപ്പൊ ഇത് കുറച്ച് നാളത്തേക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ഓഫർ ആണ്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, സൈറ്റിലേക്ക് കയറിയതിനു ശേഷം ജസ്റ്റ് അവിടെ ബൈനോ ഓപ്ഷൻ കൊടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും പേയ്മെന്റ് മെത്തേഡ് വെച്ച് ജസ്റ്റ് അവിടെ പേയ്മെന്റ് ചെയ്താൽ അപ്പോൾ തന്നെ ഈ ഒരു ഏരിയയിലായിരിക്കും ഇവിടെ ബൈനോ ബട്ടൺ ഉണ്ടാവും, അത് പ്ലേ ബട്ടണിലായിരിക്കും മാറിക്കോളും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എൻറോൾ ചെയ്യാം. ഓക്കെ, ഒരിക്കൽ കൂടി inspirepsc.in എന്ന് പറയുന്ന വെബ്സൈറ്റ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയതാണ്. പിന്നീട് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ 008/2022 എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ. സെയിം ലൈക്ക് ഒരു വേക്കൻസി തന്നെയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം എപ്പോഴും നിങ്ങൾ ഒരു വേക്കൻസി ആണെന്ന് വെച്ച് പഠിക്കാതിരിക്കുന്നത്. കാരണം ജൂനിയർ ഇൻസ്ട്രക്ടർ ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴും ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത വേക്കൻസീസ് ഉണ്ടാവുമോ, ഇത് കഴിഞ്ഞ് റിട്ടയർമെന്റ്സ് ഉണ്ടാവും, റിപ്പോർട്ട് ചെയ്യാത്ത വേക്കൻസീസ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഭാവിയിൽ വരേണ്ടതാണ്. എന്നാൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ സിവിൽ എഞ്ചിനീയേഴ്സിന് വരുന്ന ഒരുപാട് ഡ്രാമാറ്റിക് ആയിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവില്ല. എന്നാലും ഒരു നമുക്ക് ഓൾ ടുഗദർ ഒരു നല്ല വേക്കൻസീസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. കാരണം മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ഒരു പർട്ടിക്കുലർ എക്സാം മാത്രം നോക്കുന്നതിനെക്കാട്ടും നല്ലത് എപ്പോഴും ഒരു വൈഡ് ആംഗിൾ നോക്കുന്നതാണ്. കാരണം ഈ പറഞ്ഞ വേക്കൻസീസ് നമുക്ക് ഇല്ലാതെ തന്നെയാണ് അതിന്റെ ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. ഓക്കെ, എനിവേ ഇതും ബാക്കി കാര്യങ്ങളിലൊന്നും വ്യത്യാസമില്ല. ട്രേഡ് മാത്രമായിരുന്നു മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിൾ ജൂനിയർ ഇൻസ്ട്രക്ടർ. ഓക്കെ, അപ്പൊ ഇതും ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അപ്ലൈ ചെയ്യാൻ ഓർക്കുക. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 006/2022. ഇതും ഈ ജൂനിയർ അരിത്മെറ്റിക് ഡ്രോയിങ് ACD കഴിഞ്ഞ തവണ 150-ന് മേലെ അഡ്വൈസ് പോയ ഒരു പോസ്റ്റാണ്. നിലവിൽ 3 വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് പോയതുകൊണ്ട് ഇത്തവണ അത്രയും വേക്കൻസി ഉണ്ടാവുമെന്നായിരിക്കും ഉദ്ദേശിക്കരുത്. കാരണം കഴിഞ്ഞ തവണ അത്രയും പേര് പോയ ആൾക്കാരൊക്കെ അവിടെ സർവീസിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഉള്ള വേക്കൻസീസിക്ക് വേണ്ടി പഠിക്കുക. ഓക്കെ, അതായത് കഴിഞ്ഞ തവണ അത്രയും വന്നു, അത്രയും വേണ്ടി പഠിക്കുക എന്നല്ല മെയിൻ ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ 3 വേക്കൻസിയാണ്, 3 വേക്കൻസി 1-ാം റാങ്കിൽ എത്തണം. ആ ഒരു കൺസെപ്റ്റിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ, പഠിച്ച് മുന്നേറി പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി 3 വേക്കൻസീസ് ആണ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, കുറച്ച് എന്നാലും നല്ലൊരു വലിയ കുഴപ്പമില്ലാത്തൊരു വേക്കൻസി നമുക്കിതിൽ കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഈ 3 വളരെ ഇമ്പോർട്ടന്റ് നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ എനിവേ നമ്മൾ ഇതിന്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് മാർച്ച് മാസം 15-ാം തീയതിയോട് കൂടിയിട്ടാണ്. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഒഴിച്ച് ബാക്കി 2 പോസ്റ്റുകൾ ACD അതുപോലെ തന്നെ നമ്മുടെ മെക്കാനിക്കും. ഓക്കെ, മെക്കാനിക്കൽ മോട്ടോർ വെഹിക്കിളും നമ്മൾ 15-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. മാക്സിമം നമ്മൾ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഈ കോഴ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ നിങ്ങളിലേക്ക് അത് എത്തുന്നതായിരിക്കും. എനിവേ ക്വാളിഫിക്കേഷൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. SLC സർട്ടിഫിക്കറ്റ് പ്ലസ് പിന്നെയുള്ളത് 2 അല്ലെങ്കിൽ ഈ പറയുന്ന OR സർട്ടിഫിക്കറ്റ് ആണ് അല്ലെ. അതില്
നിങ്ങൾക്ക് ഇപ്പോൾ ITI ഉണ്ടെങ്കിൽ ITI plus 3 year experience, national trade certificate in approved trade with 3 year experience in the trade after obtaining certificate. ഇതിന് വാലിഡ് ആണ്. നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് approved trade with 1 year experience after obtaining certificate ഇതിന് വാലിഡ് ആണ്. സെയിം ലൈക്ക് ഡിപ്ലോമ ഇൻ approved branch of engineering from government or government recognized polytechnic or its equivalent qualification എന്നാണ് ഇതിന് ഈക്വലന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഈക്വലന്റ് അല്ല, ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ബിടെക്കാരുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഇവിടെ വേറെ വറീഡ് ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. കാരണം പണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അതൊന്നും വറീഡ് ആവണ്ട, ഇപ്പൊ നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എല്ലാവരും പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനായിരുന്നു ഇന്ന് സെക്ഷനിൽ വന്നത്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക, എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ഗവൺമെന്റ് സർവീസിൽ എത്തട്ടെ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.